നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരിക്കൽ കൂടി താൻ എന്റെ മുന്നിൽ വന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോടോ. എടാ, എന്നാലും നിന്റെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനൊരു പോക്കൃത്തരം കാണിക്കാൻ ആ ഗോപാൽജിക്ക് അങ്ങനെ ധൈര്യം വന്നടാ. അവനെയൊന്നും ജീവനോടെ വിടരുതായിരുന്നു. വൈകിയാണെങ്കിലും ഗിരിയേട്ടന് ഗോപാൽജിയുടെ ശരിക്കുള്ള മുഖം കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഭാഗ്യം. അത് ശരിയാ, അല്ലെങ്കിലേ ജീവിതകാലം മുഴുവൻ അയാളെ പാദസേവ ചെയ്ത് ഇവൻ കഴിഞ്ഞേനെ. ദേ, ഇനി അയാളുടെ നിഴല് പോലും നിന്റെയോ നിന്റെ കുടുംബത്തിന്റെ മേലെ വീണു പോരുത്. എന്തായാലും ഗോപാൽജിയുടെ കൂടെയുള്ള ജോലി അവസാനിപ്പിച്ചതിൽ മഞ്ജു വളരെ ഹാപ്പിയാണ്. ഈ സമയത്ത് അവൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതെ, നീ ഇനി ഒരിക്കലും ആ ദുഷ്ടന്റെ കൂടെ ജോലിക്ക് പോവല്ലേ മോനെ. അമ്മേ, നിങ്ങൾ ഇറങ്ങട്ടെ. ഇവിടെ കുറച്ചു നേരം കൂടെ ഇവിടെ നിക്കട്ടാ. കല്യാണം കഴിഞ്ഞ ഇവിടെ തന്നെയല്ലേ നിൽക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ എന്തിനാ എത്ര ധൃതി? സത്യം പറഞ്ഞ ഞാൻ ഇവളെ കൂട്ടാതെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയതാ. പോവാൻ നേരത്ത് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ബൈക്കിൽ കൂടെ കയറിയതാ. ഇവളിവിടെ വന്ന എന്താ കുഴപ്പം? കല്യാണം കഴിയുന്നത് വരെ ഇവളെ ഇങ്ങോട്ടേക്ക് വിടണമെന്നാ മഞ്ജു പറയുന്നത്. അതെന്താ, എന്നെ മഞ്ജുവിന് വിശ്വാസമില്ലേ? നിന്നെ അല്ല വിശ്വാസം ഇല്ലാത്തത്.